Hello students, let us consider the next topic from module 2, that is microcontrollers and embedded processors. Let us take the introduction. What is microprocessor? Microprocessor or MPU, short form we say mu-P, that is mu will be the symbol, that is microprocessor, so we can write it as mu-P. A mu-P is a CPU on a single chip. Components of CPU are ALU, instruction decoder, registers, bus control circuit, etc. Then we have microcomputer. Microcomputer actually is a small computer. It will contain the mu-P, that is a microprocessor, then peripheral, that is input-output devices, and memory, specifically for data acquisition and applications, control applications. Then next is the microcontroller, that is mu-C, also known as mu-C. Actually microcontroller is a microcomputer on a single chip of silicon. അപ്പോൾ ഇവിടെ നമുക്ക് മൂന്ന് ഇതാണ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. എന്താണ് മൈക്രോപ്രൊസസ്സർ, ദെൻ എന്താണ് മൈക്രോ കമ്പ്യൂട്ടർ ആൻഡ് മൈക്രോ കൺട്രോളർ. അപ്പോൾ ഇവിടെ മൈക്രോപ്രൊസസ്സർ എന്ന് പറയുന്നത് CPU ബിൽറ്റ് ഓൺ എ സിംഗിൾ ചിപ്പ്, അതാണ് നമ്മൾ മൈക്രോപ്രൊസസ്സർ എന്ന് പറയുന്നത്. ഒരു അതായത് CPUവിൻ്റെ പാർട്സ് എന്ന് പറയുന്നത് ALU ഉണ്ട്, ദെൻ ഇൻസ്ട്രക്ഷൻ ഡീകോഡർ, രജിസ്റ്റേഴ്സ്, ദെൻ ബസ് കൺട്രോൾ സർക്യൂട്ട്, എക്സെട്ര. ഇനി മൈക്രോ കമ്പ്യൂട്ടർ എന്ന് പറയുന്നത് സ്മോൾ കമ്പ്യൂട്ടറാണ്, അതായത് മൈക്രോ പ്രൊസസ്സറാണ് ഇതിൽ CPU എങ്കിൽ അതിന് മൈക്രോ കമ്പ്യൂട്ടർ എന്ന് പറയുന്നു. അപ്പം അതിൽ മൈക്രോ കമ്പ്യൂട്ടർ ഉണ്ടാവും, പിന്നെ അതിൻ്റെ കൂടെ ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസസ്, മെമ്മറി, ഇതെല്ലാം ഉണ്ടാവും. ദെൻ മൈക്രോ കൺട്രോളർ എന്ന് പറയുന്നത് ആക്ച്വലി അതൊരു മൈക്രോ കമ്പ്യൂട്ടർ, അതായത് ഒരു സിംഗിൾ ചിപ്പിൽ തന്നെ മൈക്രോ കമ്പ്യൂട്ടറാണ് ബിൽഡ് ചെയ്യുന്നതെങ്കിൽ അതിനെ മൈക്രോ കൺട്രോളർ എന്ന് പറയുന്നു. Now let us see the difference between the microcontroller and the general purpose microprocessor. General purpose microprocessors actually contain no RAM, no ROM, no input output ports. Okay, അതായത് മെമ്മറി ഉണ്ടാവില്ല ജനറൽ പർപ്പസ് മൈക്രോപ്രൊസസ്സറിൽ, അതുപോലെ തന്നെ ഇൻപുട്ട് ഔട്ട്പുട്ട് പോർട്സ് ഉണ്ടാവില്ല. whereas microcontroller has CPU, that is a microprocessor, then we have the RAM, ROM, input output ports, timer, ADC and other peripherals. മെമ്മറി ഉണ്ടാവും, അതായത് ഇൻബിൽട്ട് ആണ് ഉണ്ടാവുക. മൈക്രോ കൺട്രോളറിൻ്റെ ഉള്ളിലാണ് CPU ഉണ്ടാവുക. ദെൻ RAM ഉണ്ട്, ROM, ഇൻപുട്ട് ഔട്ട്പുട്ട് പോർട്സ്, ടൈമർ, ADC ആൻഡ് അതർ പെരിഫറൽസ്. നൗ വി ക്യാൻ സീ ദ ഫിഗർ. അപ്പോൾ ഈ ഫിഗറിൽ നമുക്ക് കാണാം, ഇതാണ് ഒരു മൈക്രോ പ്രോസസ്സർ, അതായത് മൈക്രോ പ്രോസസ്സർ വി ക്യാൻ സേ CPU, general purpose microprocessor, and all the other devices are externally connected. Okay, അപ്പം ഡേറ്റാ ബസ്സും അഡ്രസ് ബസ് വഴി മെമ്മറി കണക്ട് ചെയ്തിട്ടുണ്ട്, ഇൻപുട്ട് ഔട്ട്പുട്ട് പോർട്സ് ഉണ്ട്, ടൈമർ, ഓക്കെ, സീരിയൽ പോർട്ട് എല്ലാം കണക്ട് ചെയ്തിരിക്കുന്നത് എക്സ്റ്റേണലി ആണ്. വെറാസ് നമുക്ക് മൈക്രോ കൺട്രോളർ കാണാം. മൈക്രോ കൺട്രോളർ അതിൽ ഇൻബിൽട്ട് ആണെല്ലാം, അതായത് CPU ഉണ്ട്, RAM, ROM, ഇൻപുട്ട് ഔട്ട്പുട്ട് പോർട്സ്, ദെൻ ടൈമർ ആൻഡ് സീരിയൽ പോർട്ട്, ഇതെല്ലാം ഇൻബിൽട്ട് ആണ്. ഓക്കെ, അതാണ് മൈക്രോ കൺട്രോളർ. നൗ അതർ ഡിഫറൻസസ് നമുക്ക് നോക്കാം മൈക്രോ പ്രൊസസ്സർ ആൻഡ് മൈക്രോ കൺട്രോളർ തമ്മിൽ. ദറ്റ് ഈസ് മൈക്രോ പ്രൊസസ്സർ or mu-P is a single chip CPU. Okay, bus is available, then RAM capacity and number of ports is selectable. System is complex, bulkier and expensive. Okay, അപ്പോൾ ഇവിടെ mu-Pൻ്റെ പോയിൻറ്റ്സ് ആണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്, അതായത് സിംഗിൾ ചിപ്പ് CPU ആണ് ആൻഡ് ബസ് അവൈലബിൾ ആയിട്ടുണ്ടാവും. ദെൻ റാം കപ്പാസിറ്റി, അതുപോലെ തന്നെ നമ്പർ ഓഫ് പോർട്സ് എത്രയാണ് അത് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. സിസ്റ്റം കോംപ്ലെക്സ് ആണ്, ആക്ച്വലി ബൾക്കിയറും ആണ്. അതേപോലെ ബൾക്കിയർ എന്ന് പറയുമ്പോൾ അതിൻ്റെ സൈസ് കൂടുതലായിരിക്കും, ദെൻ എക്സ്പെൻസീവ് ആണ്. ഇനി മൈക്രോ കൺട്രോളർ ആണെങ്കിൽ ആക്ച്വലി മൈക്രോ കൺട്രോളർ ഇറ്റ് കണ്ടെയ്ൻസ് എ CPU and RAM, ROM, peripherals, input output ports in a single IC, and internal hardware is fixed, communicates by port, small power consumption, single chip, small board, implementation is easy and low cost. Okay, these are the features of microcontroller. Now other features we can say mu-C is, or microcontroller is easy to use and design. Only single chip can be a complete system.
In contrast, similar systems that built from MUP would require lot of additional units such as RAM, UART, input-output, timer and etc. അപ്പോൾ ഇവിടെ നമ്മൾ ആ ഒരു പോയിന്റ് പറയുന്നത് വെച്ചാൽ മൈക്രോ കൺട്രോളർ യൂസ് ചെയ്യാൻ ഈസിയാണ്, അതുപോലെ തന്നെ ഡിസൈൻ ചെയ്യാൻ ഈസിയാണ്. വെരാസ് ഇപ്പം മൈക്രോ പ്രോസസ്സർ ബേസ്ഡ് സിസ്റ്റം നമ്മൾ പറയുകയാണെങ്കിൽ അവിടെ അഡീഷണൽ യൂണിറ്റ്സ് വേണം. അതായത് എക്സ്റ്റേണലി കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ആ മൈക്രോ പ്രോസസ്സർ വർക്ക് ചെയ്യൂ. സോ അതിൽ റാം ആൻഡ് ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസസ് അതെല്ലാം എക്സ്റ്റേണലി കണക്ട് ചെയ്യേണ്ടി വരും. ദെൻ MUP മോസ്റ്റ്ലി ഓപ്പറേറ്റ് ഓൺ ബൈറ്റ് വേർഡ് ഡേറ്റ and has very few bit manipulating instructions, whereas MUC, that is microcontroller, often manipulates with bits and so has large number of bit manipulating instructions. അപ്പോൾ ഇവിടെ അതായത് ബിറ്റ് വൈസ് നമുക്ക് അതിനെ അഡ്രസ്സ് ചെയ്യാൻ പറ്റും മൈക്രോ കൺട്രോളറിലാണെങ്കിൽ. മൈക്രോ പ്രോസസ്സർ പക്ഷേ ബൈറ്റ് അല്ലെങ്കിൽ വേർഡ് ഡേറ്റയാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്, അതുകൊണ്ട് ബിറ്റ് മാനിപ്പുലേറ്റിംഗ് ഇൻസ്ട്രക്ഷൻസ് കുറവായിരിക്കും. ഓക്കെ. Now, what are the applications of microprocessor and microcontroller? Microprocessors are used for designing general purpose digital computing systems. Okay, general purpose digital computing systems design ചെയ്യാൻ വേണ്ടിയാണ് microprocessor യൂസ് ചെയ്യുന്നത്. Whereas microcontrollers are used for designing application specific dedicated systems. And MUCs are suitable to control the input-output devices in designs requiring minimum components. Okay, അപ്പോൾ ഇവിടെ ആപ്ലിക്കേഷൻ സ്പെസിഫിക്, അതായത് ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷൻ സ്പെസിഫിക് ആയിട്ടുള്ള സിസ്റ്റം ഉണ്ടെങ്കിൽ അവിടെ ആണ് മൈക്രോ കൺട്രോളേഴ്സ് യൂസ് ചെയ്യുന്നത്. അതിന് എക്സാമ്പിൾ എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു വാഷിംഗ് മെഷീൻ ആണെങ്കിൽ അപ്പോൾ അതിനൊരു പെർട്ടിക്കുലർ ആപ്ലിക്കേഷനിലാണ് യൂസ് ചെയ്യുന്നല്ലോ, അപ്പോൾ അവിടെ നമുക്ക് മൈക്രോ കൺട്രോളേഴ്സ് യൂസ് ചെയ്യാം. ആൻഡ് മൈക്രോ കൺട്രോളേഴ്സ് എന്ന് പറയുന്നത് ദേ ക്യാൻ കൺട്രോൾ ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസസ് റിക്വയറിങ് മിനിമം കമ്പോണൻസ്. And microprocessors are suitable to processing information in computer systems. വലിയ സിസ്റ്റംസിലെല്ലാം മൈക്രോ പ്രോസസ്സറാണ് യൂസ് ചെയ്യുന്നത്. Now let us see some other differences between microprocessor and microcontroller. That is, a microprocessor is a general purpose device which is called a CPU, whereas microcontroller is a dedicated chip which is also called single chip computer. A microprocessor does not contain on-chip input-output ports, timers, memories, etc. A microcontroller includes RAM, ROM, serial and parallel interface, timers, interrupt circuitry, in addition to CPU in a single chip. Okay. അപ്പോൾ ആ ഒരു ഡിഫറൻസ് നമ്മൾ പറഞ്ഞതാണ്. അതായത് മൈക്രോപ്രൊസസ്സർ എന്ന് പറയുന്നത് ജനറൽ പർപ്പസ് ഡിവൈസ് ആണ്. ഓക്കെ. വരാസ് മൈക്രോ കൺട്രോളർ ആണെങ്കിൽ ഒരു ഡെഡിക്കേറ്റഡ് ചിപ്പാണ്. ഓക്കെ, സിംഗിൾ ചിപ്പ് കമ്പ്യൂട്ടർ എന്ന് പറയാം. Okay, whereas CPU built on a single chip ആണ് microprocessor, whereas computer on a single chip is the microcontroller. And microprocessorൽ external, അതായത് മെമ്മറീസ് എല്ലാം എക്സ്റ്റേണൽ ആയിരിക്കും, ഇൻറ്റേർണൽ അല്ല. മെമ്മറീസ്, ടൈമേഴ്സ്, ഇൻപുട്ട് ഔട്ട്പുട്ട് പോർട്സ്. വെറാസ് മൈക്രോ കൺട്രോളർ ആണെങ്കിൽ ഇൻറ്റേർണൽ ആണ് മെമ്മറി ഉണ്ടാവുക. ദെൻ സീരിയൽ പാരലൽ ഇൻ്റർഫേസ്, ടൈമേഴ്സ്, ഇൻറ്ററപ്റ്റ്സ് എക്സെട്ര. Microprocessors are most commonly used as CPU in the microcomputer system. Microcontrollers are used in small minimum component design performing control oriented applications. Microprocessor instructions are mainly nibble or byte addressable, whereas microcontroller instructions are both bit addressable as well as byte addressable. അതായത് ഇവിടെ മൈക്രോ പ്രോസസ്സേഴ്സ് എന്ന് പറയുന്നത് മോസ്റ്റ്ലി CPU ആയിട്ടാണ് യൂസ് ചെയ്യുന്നത് മൈക്രോ കമ്പ്യൂട്ടർ സിസ്റ്റമിൽ. whereas മൈക്രോ കൺട്രോളേഴ്സ് യൂസ് ചെയ്യുന്നത് അതായത് ചില ആപ്ലിക്കേഷൻസിൽ യൂസിങ് സ്മോൾ മിനിമം കമ്പോണൻറ്റ് ഡിസൈൻസ് പെർഫോമിങ് ദ കൺട്രോൾ ഓറിയൻറ്റഡ് ആപ്ലിക്കേഷൻസ്, ഒരു സ്പെസിഫിക് ആപ്ലിക്കേഷന് വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്. മൈക്രോ പ്രോസസ്സർ ഇൻസ്ട്രക്ഷൻസ് നമ്മൾ പറയുകയാണെങ്കിൽ അത് ബൈറ്റ് അഡ്രസ്സബിൾ ആണ്. ഓക്കെ, ആ ബൈറ്റ് അഡ്രസ്സബിൾ ആ കോൺസെപ്റ്റ് നമുക്ക് പിന്നീട് ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഹിയർ മൈക്രോ കൺട്രോളർ ഇൻസ്ട്രക്ഷൻസ് എന്ന് പറയുന്നത് ബിറ്റ് അഡ്രസ്സബിളും ബൈറ്റ് അഡ്രസ്സബിൾ രണ്ടും ആണ്. ബിറ്റ് വൈസും അഡ്രസ്സ് ചെയ്യാൻ പറ്റും. ഓക്കെ, ദെൻ മൈക്രോപ്രൊസസ്സർ ഇൻസ്ട്രക്ഷൻ സെറ്റ്സ് ആർ മെയിൻലി ഇൻറ്റൻഡഡ് ഫോർ catering to large volume of data, whereas microcontrollers have instruction set catering to the control of inputs and outputs. അതായത് മൈക്രോപ്രൊസസ്സർ ഇൻസ്ട്രക്ഷൻ സെറ്റ് എന്ന് പറയുന്നത് ഇൻസ്ട്രക്ഷൻസ് ഉണ്ടാവുമല്ലോ, അപ്പോൾ ആ ഇൻസ്ട്രക്ഷൻസ് ലാർജ് വോള്യൂം ഓഫ് ഡേറ്റ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയാണ്. വെറാസ് മൈക്രോ കൺട്രോളേഴ്സ് എന്ന് പറയുന്നത് കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഇൻപുട്സ് ഔട്ട്പുട്ട്സ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയാണ് അത് ഇൻസ്ട്രക്ഷൻസ് യൂസ് ചെയ്യുന്നത്. മൈക്രോപ്രൊസസ്സർ ബേസ്ഡ് സിസ്റ്റം
design is complex and expensive. Microcontroller based system design is rather simple and cost effective. The instruction set of microprocessor is complex with large number of instructions. Instruction set of microcontroller is very simple with less number of instructions. So these are the differences between microprocessor and microcontroller.